ദില്ലിയിൽ CPM ആസ്ഥാനമായ AKG ഭവന് നേരെ BJPയുടെ ആക്രമണം. AKG ഭവന്റെ ബോർഡ് BJP പ്രവർത്തകർ തല്ലിത്തകർത്തു. 2 മണിക്കൂറോളം BJPക്കാർ കേന്ദ്ര കമ്മിറ്റി ഓഫീസിന് മുന്നിൽ അഴിഞ്ഞാടി. ദില്ലി പോലീസ് നിഷ്ക്രിയരായി നോക്കി നിന്നു. കേരളത്തിൽ CPM നേടിയ ജനാധിപത്യ വിജയം അംഗീകരിക്കാൻ മടിയായതിനാലാണ് BJP ആക്രമണം നടത്തുന്നതെന്ന് ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പ്രതികരിച്ചു. BJP ദില്ലി സംസ്ഥാന അധ്യക്ഷൻ സതീഷ് ഉപാധ്യായയുടെ നേതൃത്വത്തിലായിരുന്നു CPIM ദേശീയ ആസ്ഥാനത്തിന് നേരെ ആക്രമണം. കേരളത്തിൽ നടക്കുന്ന രാഷ്ട്രീയ ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ച് AKG ഭവന് നേരെ പ്രകടനം നടത്തുമെന്ന് നേരത്തെ BJP പ്രഖ്യാപിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ AKG ഭവന് മീറ്ററുകൾക്കകലെ പോലീസ് ബാരിക്കേഡുകൾ സ്ഥാപിക്കുകയും ചെയ്തു. പക്ഷെ പ്രകടനക്കാർ എത്തിയതോടെ പോലീസ് പിൻവാങ്ങി. ബാരിക്കേഡുകളെല്ലാം നിഷ്പ്രയാസം തകർത്തു. കേരളത്തിനെതിരെ മുദ്രാവാക്യം വിളികളുമായി AKG ഭവന് നേരെ പ്രകടനക്കാർ ആഞ്ഞെടുത്തു. നിയുക്ത മുഖ്യമന്ത്രി പിണറായി വിജയനെ അസഭ്യം പറഞ്ഞും അദ്ദേഹത്തിനെതിരെ ഫ്ലെക്സ് ബോർഡുകളും പോസ്റ്ററുകളും ഉയർത്തിയായിരുന്നു പ്രകടനം. AKG ഭവനിനുള്ളിലേക്ക് കടക്കാനും പ്രകടനക്കാർ ശ്രമിച്ചു. കേന്ദ്ര കമ്മിറ്റി ഓഫീസിന് മുമ്പിൽ AK ഗോപാലൻ ഭവൻ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന ചുവന്ന ബോർഡ് കല്ലുകൊണ്ട് ഇടിച്ച് പ്രവർത്തകർ തകർത്തു. ഏകദേശം 2 മണിക്കൂറോളം റോഡ് മുഴുവൻ അഴിഞ്ഞാടുകയായിരുന്നു BJP. കേരളത്തിൽ പാർട്ടി നേടിയ ജനാധിപത്യ വിജയം അംഗീകരിക്കാൻ BJPക്ക് കഴിയാത്തതുകൊണ്ടാണ് ആക്രമണം നടത്തുന്നതെന്ന് CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി കുറ്റപ്പെടുത്തി. This happened all across the state of Kerala, that the BJP is simply just not willing to accept the democratic verdict of the people of Kerala. കേരളത്തിൽ സംഘപരിവാർ പ്രവർത്തകർക്ക് നേരെ CPIM ആക്രമണം നടത്തുന്നുവെന്ന് ആരോപിച്ച് നടന്ന പ്രകടനം തന്നെ ആക്രമണമായി. വലിയൊരു സംഘർഷത്തിനാണ് ഇന്ന് ഡൽഹി സാക്ഷ്യം വഹിച്ചത്. BJP അതിൻ്റെ എല്ലാവിധ ഭരണ സ്വാധീനങ്ങളും ഉപയോഗിച്ചപ്പോൾ CPM കേന്ദ്ര കമ്മിറ്റി ഓഫീസിന് മുമ്പിലെ ബോർഡുകൾ വരെ തകർക്കപ്പെട്ടു. ദില്ലിയിൽ നിന്നും ക്യാമറാമാൻ രാജീവ് കർണാടിക്കൊപ്പം സന്തോഷ് സർലിംഗ്. ഈ വിഷയമാണെന്ന് ന്യൂസ് ആൻഡ് വ്യൂസ് പരിശോധിക്കുന്നത്. ചർച്ചയിൽ നമ്മോടൊപ്പം CPM നേതാവ് MV ഗോവിന്ദൻ മാസ്റ്റർ, ഒപ്പം മുതിർന്ന മാധ്യമ പ്രവർത്തകൻ PV തോമസ് ദില്ലിയിൽ നിന്നും ചേരും. BJP നേതാവ് ഗോപാലകൃഷ്ണൻ തൃശ്ശൂരിൽ നിന്നും തത്സമയം ചേരും. സാമൂഹ്യ നിരീക്ഷകൻ ഫക്രുദ്ദീൻ അലി കൂടി നമ്മോടൊപ്പം ചർച്ചയിൽ ചേരും. ചർച്ചയിലേക്ക് വരുമ്പോൾ ശ്രീ MV ഗോവിന്ദൻ മാഷ്, ഒരുപക്ഷേ പ്രതിഷേധങ്ങളൊക്കെയും സ്വാഭാവികമാണ്. രാഷ്ട്രീയ കക്ഷികൾക്ക് എല്ലാ തരത്തിലും ഏത് രീതിയിലും പ്രതിഷേധിക്കാം. പക്ഷേ ഇവിടെ നിങ്ങൾ എന്തുകൊണ്ട് ദില്ലിയിലെ ആക്രമണം അടക്കം ഇതിലൊരു ആസൂത്രിത നീക്കം അല്ലെങ്കിൽ ആസൂത്രിത ശ്രമമുണ്ട്, ഗൂഢാലോചനയുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ എന്തുകൊണ്ട് നിങ്ങൾ ആരോപിക്കപ്പെടുന്നു? CPIMന് കേരളത്തിൽ ഭൂരിപക്ഷം കിട്ടി എന്നുള്ളത് RSS BJP അംഗീകരിക്കുന്ന ഒരു കാര്യമല്ല. ഇന്ത്യയിലെ RSSൻ്റെ ഏറ്റവും കടുത്ത ശത്രു വിഭാഗത്തിലാണ് CPIMനെ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ വളരെ മുമ്പ് തന്നെ RSSൻ്റെ ആവിർഭാവ കാലഘട്ടം മുതൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 3 പ്രധാനപ്പെട്ട ശത്രുക്കളെ പറ്റിയാണ് വിചാരധാര അതിൻ്റെ പ്രത്യയശാസ്ത്രപരമായ ഉള്ളടക്കത്തോടെ വിശദീകരിച്ചത്. അതിലൊന്ന് കമ്മ്യൂണിസ്റ്റാണ്, മറ്റൊന്ന് മുസ്ലിമാണ്, മറ്റൊന്ന് ക്രിസ്ത്യാനിയാണ്. വംശശുദ്ധിക്ക് മാതൃക എന്നത് ഹിറ്റ്ലറുടെ ജർമ്മനിയാണ്. ആ ജർമ്മനിയിലെ പാവപ്പെട്ട ആയിരക്കണക്കിന് മനുഷ്യരെ ആര്യ ബ്ലഡ്സിൻ്റെ പ്രത്യേകതയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ വംശശുദ്ധിക്ക് വേണ്ടി കൊല ചെയ്ത് ന്യായീകരിക്കുന്ന അവസ്ഥയാണ് ഈ വിചാരധാരയുടെ ഭാഗമായിട്ട് ചൂണ്ടിക്കാണിക്കപ്പെട്ടത്. അപ്പോൾ അന്നു മുതലേ CPIMനെതിരായിട്ട് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരായിട്ട് നിലപാട് സ്വീകരിക്കുന്ന ഒരു പ്രത്യയശാസ്ത്രം കൈകാര്യം ചെയ്യുന്ന ഒരു വിഭാഗമാണ് RSS. RSSന് ഇപ്പോൾ ഇന്ത്യയിൽ ഭൂരിപക്ഷം കിട്ടിയ BJPയുടെ ന്യൂക്ലിയസായി പ്രവർത്തിക്കുന്ന ഫാസിസ്റ്റ് ടെൻഡൻസിയുള്ള ഫാസിസ്റ്റ് പ്രവണതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സംഘടനയായിട്ടും അതിൻ്റെ നേതൃത്വത്തിൽ ഈ ഇന്ത്യ ഭരിക്കുന്ന ഒരു സാഹചര്യവും വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അസഹിഷ്ണുത എല്ലാ തലങ്ങളിലും ഉള്ളതിനേക്കാൾ ശക്തിയായി കേരളം പോലെയുള്ളൊരു സംസ്ഥാനത്ത് ഉത്ബുദ്ധ ജനത ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായിട്ട് പൂർണ്ണമായ ഒരു പിന്തുണ നൽകി അധികാരത്തിലേറ്റാൻ പോകുന്ന ഈ സന്ദർഭത്തിൽ CPIMനെതിരായിട്ടുള്ളൊരു കടന്നാക്രമം വളരെ ആസൂത്രിതമായിട്ട് കേരളത്തിലും അതിൻ്റെ ഭാഗമായി ദേശീയ അടിസ്ഥാനത്തിലുള്ള വലിയ പ്രചാരവേല നടത്തി ഗീബൽസിൻ്റെ സിദ്ധാന്തത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് കളവിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, അത് പ്രചരിപ്പിക്കുക, എന്നിട്ട് പ്രകോപനപരമായ പ്രശ്നങ്ങളുണ്ടാക്കുക. CPIMൻ്റെ അഖിലേന്ത്യാ കേന്ദ്രം പ്രവർത്തിക്കുന്ന ഡൽഹിയിലെ AKG മന്ദിരം തന്നെ തകർക്കാൻ ശ്രമിക്കുക. അതെല്ലാം അതായത് ശ്രീ ഗോവിന്ദൻ മാഷ്, കഴിഞ്ഞ ദിവസം അമിത്ഷായും ദേശീയ അധ്യക്ഷൻ അമിത്ഷായും അതോടൊപ്പം തന്നെ അതിനോട് തൊട്ടടുത്തായി രവിശങ്കർ പ്രസാദും ഒക്കെ ഒരു പ്രതിഷേധത്തിൻ്റെ ഭാഗമായി മാത്രം നടത്തിയ പ്രതികരണമല്ല. അതായത് അതിൻ്റെ ആക്കം ഒരുപക്ഷെ മുൻവിധിയോടുകൂടി നേരത്തെ കാര്യങ്ങൾ തയ്യാറാക്കിയിരുന്നു.
തീർച്ചയായിട്ടും അതാണ് കാര്യം. അമിത്ഷാ പറഞ്ഞതും അതുപോലെ തന്നെ രവിശങ്കർ പ്രസാദ് കേന്ദ്രമന്ത്രി പറഞ്ഞതും തെരുവിൽ നേരിടുമെന്നാണ്. തെരുവിൽ നേരിടുമെന്ന് കേന്ദ്രമന്ത്രിയും അതുപോലെ BJPയുടെ അധ്യക്ഷനും പരസ്യമായിട്ട് ആഹ്വാനം നൽകിക്കഴിഞ്ഞാൽ CPIM കേന്ദ്ര കമ്മിറ്റി ഓഫീസ് തകർക്കുക എന്നുള്ളത് ഏത് RSകാരൻ്റെയും ചുമതലയായിട്ട് ഏറ്റെടുക്കുക എന്നുള്ളതാണ് ഈ കേരളത്തിലായാലും ഇന്ത്യയിലായാലും എവിടെയായാലും RSകാരുടെ ഒരു സ്വഭാവം. ആ സ്വഭാവം അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള കടന്നാക്രമം തന്നെയാണ്. ഗുണ്ടായിസാണ്, ക്രിമിനൽ സംവിധാനമാണ് അവിടെ യഥാർത്ഥത്തിൽ കൈകാര്യം ചെയ്തത്. ഫാസിസ്റ്റ് പ്രവണതയാണ് അവിടെ പ്രകടിപ്പിച്ചത്. ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനങ്ങൾക്ക് പ്രത്യേകിച്ച് CPIMന് സംഘടനാ സ്വാതന്ത്ര്യം അനുവദിക്കില്ല, ഞങ്ങൾ തെരുവിൽ തന്നെ നേരിടും എന്ന പരസ്യമായ ഗുണ്ടായിസത്തിൻ്റെ പ്രഖ്യാപനമാണ് അപക്വമായ രീതിയിൽ ഈ രണ്ട് നേതാക്കന്മാരുൾപ്പെടെ, അതായത് കേന്ദ്ര മന്ത്രിയും അതുപോലെ തന്നെ അഖിലേന്ത്യാ പ്രസിഡന്റ് അമിത്ഷായും ഉൾപ്പെടെ ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചതിൽ നിന്ന് മനസ്സിലാക്കാനാവുക. ശ്രീ ഗോപാലകൃഷ്ണനിലേക്ക്. ശ്രീ ഗോപാലകൃഷ്ണൻ, ഒരുപക്ഷെ ഇന്ന് നിങ്ങൾ ദില്ലിയിൽ കാട്ടിയ ആ സമരം, അതായത് അക്രമരാഷ്ട്രീയത്തിന് എതിരെ നടന്ന പ്രതിഷേധം, അതായത് ആ പ്രതിഷേധം പോലും അക്രമത്തിലേക്ക് നിങ്ങൾ അഴിച്ചുവിട്ടിരിക്കുന്നു, അല്ലെങ്കിൽ അക്രമം ഒരു പൊരുത്തക്കേടുകളാണ് ശ്രീ ഗോപാലകൃഷ്ണൻ. ഒന്നും ചേർത്ത് വായിക്കാൻ കഴിയുന്നില്ല. ഒരുപക്ഷെ MV ഗോവിന്ദൻ മാഷിൻ്റെ പാർട്ടിക്കോ ഒക്കെയും ആരോപിക്കപ്പെടുന്ന രീതിയിൽ ആസൂത്രിത നീക്കം അത് തന്നെ ഒരുപക്ഷെ നിങ്ങളവിടെ കാട്ടിക്കൂട്ടി, നിങ്ങളുടെ പ്രവർത്തകർ ആ രീതിയിലാണ് കാട്ടിക്കൂട്ടിയത്, പോലീസിൻ്റെ പോലും സംരക്ഷണയോടുകൂടി. ഗോപാലകൃഷ്ണൻ, കമ്മ്യൂണിസം, മാർക്സിസം ലോകത്തുണ്ടാക്കിയിട്ടുള്ള ഫാസിസ്റ്റ് അക്രമത്തെക്കുറിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ല. അത് ലോകം മുഴുവനും പാവപ്പെട്ടവരെ കൊന്നൊടുക്കുകയും ജനാധിപത്യം ആഗ്രഹിച്ചവരെ വലിയ ഉരുണ്ടുവണ്ടി കയറ്റി കൊല്ലുകയും ചെയ്ത ചരിത്രമാണ് കമ്മ്യൂണിസത്തിൻ്റെതും ഫാസിസത്തിൻ്റെയും. ഫാസിസത്തിന് ഏറ്റവും നല്ല ഉദാഹരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. അത് കേരളത്തിൽ, നിർഭാഗ്യവശാൽ കേരളത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിക്ക് കുറച്ച് കൂടുതൽ വേരുകളുള്ളതുകൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടി ആ ഫാസിസ്റ്റ് ലോക ഫാസിസത്തിൻ്റെ, കമ്മ്യൂണിസത്തിൻ്റെ ലോക ഫാസിസത്തിൻ്റെ വേരുകൾ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ഏറ്റെടുത്തിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പിൽ 91 പേര് വിജയിച്ച ഒരു പ്രസ്ഥാനം വാസ്തവത്തിൽ ചെയ്യേണ്ടത് ജനങ്ങളോട് വിനീതമായി പെരുമാറുകയാണ് ചെയ്യേണ്ടത്. അതിനു പകരം അക്രമം അഴിച്ചുവിട്ട് അവർക്കെതിരായിട്ട് ആരെങ്കിലും മത്സരിച്ചിട്ടുണ്ടെങ്കിൽ, ആരെങ്കിലും ബൂത്തിലിരുന്നിട്ടുണ്ടെങ്കിൽ അവരെ മുഴുവൻ തച്ച് തകർക്കുന്ന, കൊല്ലുന്ന സമീപനം സ്വീകരിച്ചുകൂടാ. ഇന്നത്തെ കേരള രാഷ്ട്രീയത്തിൽ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം 113 അക്രമങ്ങളാണ് ടോട്ടൽ കേരളത്തിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. CPM ഒരു ഭാഗത്ത് BJPയെ ആക്രമിച്ചതിട്ട് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൻ്റെ കണക്കാണ് ഞാൻ പറഞ്ഞത്. MN ഗോവിന്ദൻ മാസ്റ്ററുടെ നാടായിട്ടുള്ള കണ്ണൂരിൽ 3 ദിവസം മുമ്പ് 58 ക്രൈം രജിസ്റ്റർ ചെയ്തിരിക്കുന്നു മാർക്സിസ്റ്റ് പാർട്ടിക്കെതിരെ. ഇപ്പോൾ ഇന്ന് 10 മിനിറ്റിന് മുമ്പ്, ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ 10 മിനിറ്റിന് മുമ്പ് നായനാർ റോഡിൽ അവിടെ ഏതാണ്ട് ബോംബ് എറിഞ്ഞിട്ട് 10 മിനിറ്റിന് മുമ്പിൽ ഒരു മനോജ് സേവാ കേന്ദ്രം, മനോജിനെ ഇവർ വെട്ടിക്കൊന്നതാണ്, ആ സേവാ കേന്ദ്രത്തിൽ ബോംബെറിഞ്ഞിട്ട് സുബിൻ, സുശാന്ത്, നാമത്ത് വിജേഷ് എന്നിവർ കൊയിലാണ്ടിയിൽ വെട്ടേറ്റിരിക്കുന്നു. ശ്രീ ഗോപാലകൃഷ്ണൻ, കണക്കുകളൊക്കെ വ്യക്തമാണ്, താങ്കളുടെ കയ്യിൽ പട്ടിക തന്നെയുണ്ട്. പക്ഷേ എവിടെ നിന്നാണ് തുടങ്ങിയത് കാര്യങ്ങൾ? കാരണം ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായി തിരിച്ചും പ്രതിരോധത്തിന്റെ ഒക്കെ ഭാഗമായി അവകാശപ്പെടാൻ ഗോവിന്ദ മാസ്റ്റർ കഴിയും. എവിടെ നിന്നാണ്? ആത്മപരിശോധനയിലേക്ക് വരൂ ഗോപാലകൃഷ്ണൻ, ആത്മപരിശോധനയിലേക്ക് ദയവായി. അല്ല, അതെ, നമുക്ക് ആത്മപരിശോധനയിലേക്ക് വരാം. ആത്മപരിശോധനയിൽ വരുന്നതിന് മുമ്പ് ഇത് കൈരളി TV ആണെന്നുള്ള വളരെ അല്ലല്ല, അവിടെ ഒരു അസഹിഷ്ണുതയിലേക്ക് താങ്കൾ ദയവായി ആ രീതിയിലേക്ക് കൊണ്ടുപോകരുത്. രണ്ടുപേർക്കും നമുക്ക് ഒരു സമാധാന അന്തരീക്ഷം എന്തായാലും ചർച്ചയിലും എന്തായാലും അസഹിഷ്ണുത ദയവായി കാട്ടരുത്. തുടരാം, താങ്കൾക്ക് പറയാം. അല്ല, ഞാനൊന്ന് പറഞ്ഞോട്ടെ, എനിക്കൊന്ന് പറയാനുള്ള സമയം തരാൻ കാര്യമില്ല. എനിക്ക് നിങ്ങൾ സമയം തരണം. തീർച്ചയായും. ആ സമയം എന്ന് പറയുന്നത് ഞാനൊന്ന് തീർത്തതിന് ശേഷം പറഞ്ഞോളൂ. അതെ, തലശ്ശേരിയിൽ എരിഞ്ഞേരി പഞ്ചായത്തിൽ കൊടക്കുളം എന്ന് പറയുന്ന സ്ഥലത്ത് 2011 BJPക്ക് 44 വോട്ടാണ് കിട്ടിയത്. അതെന്ന് പറയുന്നത് വളരെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് ഗ്രാമമാണ്. ഇപ്പോൾ അവിടെ 218 വോട്ട് കിട്ടി. ആ വോട്ട് കിട്ടിയതിൻ്റെ പേരിൽ മാത്രമാണ് അവിടെ രമേശ് എന്ന് പറഞ്ഞ ബൂത്ത് ഏജന്റിനെ വെട്ടിയിരിക്കുന്നത്. അയാളൊരു BMSൻ്റെ തൊഴിലാളിയാണ്. അതുപോലെ തന്നെ മട്ടന്നൂർ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് കിരാതമായിട്ടുള്ള ഒരു തരത്തിലും അക്രമം. തലശ്ശേരിയിലെ ബാർബർ ഷോപ്പുകളിലുള്ള മുഴുവൻ മുടിയുമാണ് പാവപ്പെട്ട BJPക്കാരൻ്റെ കിണറ്റിൽ. വണ്ടികൾ, വാഹനങ്ങൾ, ഇതൊരിക്കലും
ഒരു സമാധാന അന്തരീക്ഷം സൃഷ്ടിക്കാൻ ഉതകുന്നതല്ല. പിണറായി വിജയൻ എന്ന് പറയുന്ന ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആവേണ്ട അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളുടെ 11 വീടുകൾ, അദ്ദേഹത്തിൻ്റെ ഡയറക്റ്റ് ബന്ധുക്കളുടെ പേരുകൾ ഞാൻ പറയാം. പിണറായിയിൽ പണ്ട് പറഞ്ഞിരുന്നത് RSS BJP ഇല്ലാന്നാ. പിണറായിയിൽ 100 മീറ്റർ അപ്പുറത്ത്, അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ 100 മീറ്റർ അപ്പുറത്ത് പാവപ്പെട്ട പിണറായി വിജയൻ്റെ ബന്ധുക്കളുടെ വീടാണ് 11 അടിച്ച് തകർത്തിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും കേരളത്തിൽ ഈ കിരാതമായിട്ടുള്ള മർദ്ദനം, ആ തലശ്ശേരിയിൽ മാത്രം 58 ക്രൈം രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. ഗോവിന്ദൻ മാഷ്ക്ക് എന്ത് ഗോവിന്ദൻ മാഷ് തീർച്ചയായും അദ്ദേഹത്തിന് മറുപടിയുണ്ട്. ഞാൻ താങ്കളിലേക്ക് എത്താം. ശ്രീ ഗോവിന്ദൻ മാഷ്, അവിടെയാണ് ഇത്തരത്തിൽ രാഷ്ട്രീയപരമായ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആരോപണങ്ങൾക്ക് അപ്പുറത്തേക്ക് പോകുമ്പോൾ യഥാർത്ഥ വസ്തുത മൂലകാരണങ്ങളിലേക്ക് അടക്കം ഒരു പക്ഷേ പോയി കഴിഞ്ഞാൽ താങ്കൾക്ക് പറയാനുള്ളത്? അല്ല, ഇതൊക്കെ പറഞ്ഞു കേട്ടാൽ വിചാരിക്കും നമ്മളെന്തോ അക്രമം കാണിച്ചിരിക്കുകയാണെന്ന്. കണ്ണൂർ ജില്ലയിൽ തന്നെയാണ് പിണറായി വിജയൻ സഖാവിൻ്റെ വീട്ടിൻ്റെ അടുത്ത് തന്നെയാണ് 19-ാം തീയതി വിജയാഹ്ലാദ പ്രകടനം നടത്തിയിട്ട് ഒരു കുടുംബാംഗങ്ങൾ, ചെറിയ കുട്ടികൾ ഉൾപ്പെടെ, അവരിങ്ങനെ വിജയാഹ്ലാദം നടത്തിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ആ വാഹനത്തിലാണ് ബോംബെറിഞ്ഞത്. ആ വാഹനത്തിൽ നിന്ന് ബോംബേർ കൊണ്ട് താഴത്തേക്ക് വീണ് ആ വീണ സഖാവ് രവീന്ദ്രൻ്റെ മേലെ ഇവരുടെ തന്നെ ഒരു വാഹനം കയറ്റി കൊല്ലുക ചെയ്തേ. ആ കൊലപാതകം നടത്തിയിട്ടാണ് ഇപ്പോൾ ഈ സത്യപ്രസംഗം മുഴുവൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. 19-ാം തീയതി എവിടെയും ഒരു സംഘർഷവും ആരംഭിച്ചിട്ടില്ലല്ലോ. അവിടെ സംഘർഷം ഉണ്ടാക്കിയെന്ന് മാത്രമല്ല, മനുഷ്യനെ മൃഗീയമായിട്ട് പട്ടാപ്പകൽ മനുഷ്യന്മാർ കണ്ടുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണല്ലോ മൃഗീയമായിട്ട് വണ്ടി കയറ്റിയിട്ട്, അതായത് ബോംബെറിഞ്ഞു, ഛിന്ന ഭിന്നമായി അവർ അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് മാറി, അതിനുശേഷം വണ്ടി കയറ്റിയിട്ട് ആ മനുഷ്യനെ രവീന്ദ്രനെ കൊല്ലുന്ന നില സ്വീകരിച്ചത് ഈ RSS ക്രിമിനൽ സംഘമല്ലേ? എല്ലാവർക്കും പേര് പോലും അറിയുന്ന ക്രിമിനൽ സംഘമല്ലേ അവിടെ ഉണ്ടായിരുന്നത്? നിങ്ങൾ എന്നിട്ട് ഇവിടെ കയറി നിന്നിട്ട് മാർക്സിസ്റ്റുകാരൻ അവിടെ മറ്റേ വീട് തകർത്തിട്ടുണ്ട്, ഇവിടെ മറ്റേ ചെയ്തിട്ടുണ്ട്, അവിടെ അടി നടത്തിയിട്ടുണ്ട്. ഞങ്ങളുടെ കയ്യിൽ കൃത്യമായ കണക്കുണ്ട്. ഈ കേരളത്തിൽ നടന്ന 8 ജില്ലയിൽ നടത്തിയിട്ടുള്ള നിരവധി ആക്രമണങ്ങളെ സംബന്ധിച്ച്, ഞങ്ങളുടെ ഓഫീസുകൾ തകർത്തതിനെ സംബന്ധിച്ച് എല്ലാമുള്ള കണക്ക് ഞങ്ങളുടെ കയ്യിലുണ്ട്. 25 വീട് നിങ്ങൾ തകർത്തിട്ടുണ്ട്, 12 പാർട്ടി ഓഫീസുകൾ നിങ്ങൾ തകർത്തിട്ടുണ്ട്, 62 കേന്ദ്രങ്ങളിൽ നിങ്ങൾ ഈ കുഴപ്പമുണ്ടാക്കിയിട്ടുണ്ട്. ഈ കുഴപ്പമുണ്ടാക്കിയതിന് ഫലമായിട്ട് 100 കണക്കിന് സഖാക്കൾ ആശുപത്രിയിൽ കിടക്കുന്ന അവസ്ഥയുണ്ടായിട്ടുണ്ട്. 2 പേര് മരിക്കുകയുണ്ടായി. ഒന്ന് മലപ്പുറത്ത് മുസ്ലിം ലീഗിൻ്റെ കടന്നാക്രമണത്തിൻ്റെ ഭാഗമായിട്ടാണ്, മറ്റൊന്ന് നിങ്ങളുടെ കടന്നാക്രമണത്തിൻ്റെ ഭാഗമായിട്ടാണ്. ഇത്രയും ആക്രമണം നടത്തിയിട്ടുള്ള ഒരു പാർട്ടിയും വിഭാഗവും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വിജയം വളരെ ശക്തമത്തായ രീതിയിലുള്ളൊരു മുന്നേറ്റമാണെന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല. നിങ്ങളെന്താ വിചാരിച്ചത്? നിങ്ങൾ 70+ ആണ് ആദ്യം പറഞ്ഞത്. കുമ്മനം രാജശേഖരൻ എന്ന് പറയുന്ന നിങ്ങളുടെ അധ്യക്ഷൻ പറഞ്ഞത് 70+ ആണ് ഈ കേരളത്തിൽ കിട്ടാൻ പോകുന്നത്. ഞങ്ങൾ BDJS ഉൾപ്പെടെ എല്ലാം ചേർന്നുകൊണ്ട് നായാടി മുതൽ നമ്പൂതിരി വരെ മുഴുവൻ ചേർന്ന് ഈ കേരളത്തിലെ 2 മുന്നണിയെയും തകർത്ത് ഞങ്ങൾ ജയിച്ച് അധികാരത്തിൽ വരാൻ പോകുന്നു. പിന്നെ നിങ്ങൾ കുറെ കഴിഞ്ഞപ്പോൾ അവിടെയാണ് ശ്രീ ഗോപാലകൃഷ്ണൻ, ഒരു പരാജയ ഭീതിയാണോ അതിൽ നിന്നുള്ള അസഹിഷ്ണുതയാണോ എന്ന സംശയം ഒരുപക്ഷെ CPM-ന്റെ നേതാക്കൾ ഉയർത്തുമ്പോൾ തന്നെയും ചിലരെങ്കിലും അല്ലാതെയും ചിന്തിക്കുന്നുണ്ട്. ശ്രീ ഗോപാലകൃഷ്ണൻ, പ്രിയപ്പെട്ട എൻ്റെ സുഹൃത്ത്, ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ. പരാജയം സംഭവിച്ചത് ഞങ്ങൾക്കാണോ കേരള രാഷ്ട്രീയത്തിൽ? നിങ്ങളൊരു മാധ്യമ സുഹൃത്തല്ലേ? അതുപോലെ തന്നെ എന്റെ അഭിപ്രായമല്ല, ഒരുപക്ഷെ ഗോവിന്ദൻ മാഷിന്റെ അഭിപ്രായമാണ്. പരിചയസമ്പന്നനായ എൻ്റെ ബഹുമാന ഗോവിന്ദൻ മാഷ്, ഞാൻ അതന്നെ പറഞ്ഞ, എത്രയോ പരിചയസമ്പന്നനാണ് ഗോവിന്ദൻ മാഷ്. മാഷേ, 8 ലക്ഷം വോട്ടാണ് നിങ്ങൾക്ക് കൂടിയത്. അതേസമയത്ത് ഞങ്ങൾക്ക് കൂടിയത് 20 ലക്ഷമാണ്. വിജയിച്ചത് നിങ്ങളാണോ ഞങ്ങളാണോ? നിങ്ങളും CPM-ഉം കോൺഗ്രസും തമ്മിൽ ചില അഡ്ജസ്റ്റ്മെൻറ്റുകൾ നടത്തിയതുകൊണ്ട് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ചില നേതാക്കന്മാർ പരാജയപ്പെട്ടു. ആ അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടും കൂടി ഞങ്ങൾ വിജയിച്ചു. നിങ്ങൾക്ക് കിട്ടിയത് 8 ലക്ഷം വോട്ടിൻ്റെ വിജയമാണ്. നിങ്ങൾ ഇത്രയും കാലം പറഞ്ഞിരുന്നുവല്ലോ മോഡി സർക്കാർ 31%, 35%, ബാക്കി 70% എതിരാണ്. മിസ്റ്റർ ഗോവിന്ദൻ മാസ്റ്റർ, നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് 40%, ബാക്കി 60% കേരളത്തിലെ ജനങ്ങൾ നിങ്ങൾക്കെതിരാണ്. പിന്നെ ഞങ്ങൾക്കെന്തിനാ നിരാശ? ഞങ്ങൾക്ക് നിരാശയുടെ ആവശ്യമില്ല. കാരണം 20 ലക്ഷം വോട്ട് ഞങ്ങൾക്കാണ് കൂടിയത്. നിങ്ങൾക്ക് കൂടിയത് വെറും 8 ലക്ഷമാണ്. മാത്രമല്ല, ഇടതുപക്ഷ പ്രസ്ഥാനം കേരളം ഭരിക്കേണ്ടത് ഞങ്ങളുടെ ആവശ്യമാണ്. കാരണം ഇടതുപക്ഷ പ്രസ്ഥാനത്തോട് ഞങ്ങൾക്ക് യാതൊരു വിരോധവുമില്ല. നിങ്ങൾ ഭരിക്ക്, നന്നായി ഭരിക്കണമെന്ന ആഗ്രഹം മാത്രമേ ഞങ്ങൾക്കുള്ളൂ. PV തോമസിലേക്ക് കൂടി പോവുകയാണ്. ശ്രീ PV തോമസ്, എന്താണ് ഒരു പക്ഷേ ദില്ലിയിൽ നടന്നത്? കാരണം താങ്കൾക്ക് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അവിടെ നിന്നും ഒരുപക്ഷെ AKG ഭവനിലേക്ക് ഇന്നുണ്ടായ ആക്രമണങ്ങൾ, അവിടെ ഒരു അസ്വാഭാവികത താങ്കൾ ഏത് രീതിയിലാണ് കണ്ടത്? കാരണം പോലീസിന്റെ സാന്നിധ്യം കൂടി, പോലീസ് സ്വാഭാവികമായും പോലീസിന്റെ ഇടപെടലുകൾ എങ്ങനെയായിരിക്കണം എന്നൊക്കെ താങ്കൾക്കറിയാമല്ലോ. ദില്ലി പോലീസാണ്. ഇന്ന് ദില്ലി പോലീസ് അവിടെ നടത്തിയ രീതി, കൃത്യനിർവഹണം, മാത്രമല്ല അവിടുത്തെ ഈ രീതിയിലുള്ള സമരം, ഇതൊക്കെ നൽകുന്ന ആഹ്വാനങ്ങൾ
ഒരു പക്ഷേ എന്തിൻ്റെ സൂചനയാണ് താങ്കൾക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നത്? പി വി പ്രജീഷ്, ഞാൻ ഒരു 30 വർഷമായിട്ട് ഡൽഹിയിൽ ജീവിച്ചുകൊണ്ട് മാധ്യമപ്രവർത്തനം നടത്തുന്ന ഒരാളാണ്. സംസ്ഥാനങ്ങളിൽ പാർട്ടികൾ ജയിക്കും തോൽക്കും, കലാപങ്ങളുണ്ടാകും, എല്ലാം ഉണ്ടായിട്ടുണ്ട്. അത് കേരളമല്ല, ബീഹാറല്ല, UP എല്ലാം ഉണ്ടാകും. പക്ഷേ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഓഫീസ് ഇങ്ങനെ ആക്രമിക്കുകയും, ഓഫീസ് ആക്രമിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്രമിച്ചത് ബോർഡാണ് എങ്കിൽ തന്നെയും അതൊരു സിംബോളിക് ആയിട്ടുള്ളൊരു അറ്റാക്കാണത്, പ്രതിരൂപാത്മകമായിട്ടുള്ള അറ്റാക്കാണത്. അത് നടന്നിരിക്കുന്നു. അത് എന്തുകൊണ്ട് നടന്നു? അങ്ങനെ നടക്കുകയാണെങ്കിൽ ഈ AKG ഭവനിൽ നിന്നും ഒരു കല്ലെറിഞ്ഞാൽ ഉള്ള ദൂരം മാത്രമേ ഉള്ളൂ അശോക റോഡിലെ BJPയുടെ ഓൾ ഇന്ത്യ ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക്. അവിടുന്ന് ഒരു കല്ലെറിഞ്ഞാലുള്ള ദൂരം മാത്രമേ ഉള്ളൂ അക്ബർ റോഡിലേക്ക്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ നടക്കാം, ഇങ്ങനെ ഒരു സൈക്കിൾ ഓഫ് വയലൻസ് നടക്കാം. ഇപ്പോൾ അത് അങ്ങനെയാണോ നമ്മൾ രാഷ്ട്രീയത്തെ നേരിടേണ്ടത്? അല്ല. എന്തുകൊണ്ട് പോലീസ് എഫക്റ്റീവായില്ല? പോലീസ് തീർച്ചയായിട്ടും കേന്ദ്ര ഗവൺമെൻറ് കീഴിലാണ്, അവർക്കത് വേണമെങ്കിൽ തടയാമായിരുന്നു. ഈ ബോർഡ് കീറുന്നതും എല്ലാം അതൊരു പാർട്ടിയെ ആക്രമിക്കുന്നതിന് തുല്യമാണ്. ഒരു വാണിംഗ് ആണത്. ആ വാണിംഗ് നേരത്തെ തന്നെ തന്നു കഴിഞ്ഞു. രവിശങ്കർ പ്രസാദ് ഇന്നലെ പറഞ്ഞായിരുന്നല്ലോ, ഭാരതം ഭരിക്കുന്നത് BJP ആണെന്ന് മനസ്സിലാക്കണമെന്ന്, CPM മനസ്സിലാക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അത് അദ്ദേഹം തെരുവിളിച്ച് കാണാമെന്ന് പറഞ്ഞു. അതൊക്കെ തന്നെയാണ് കണ്ടത്. പക്ഷേ ആ വാണിങ്ങിൽ മറ്റ് ചില ഗൂഢമായിട്ടുള്ള കാര്യങ്ങൾ കൂടി ഉണ്ടായേക്കാം. അരുണാചൽ പ്രദേശ് നടന്ന പോലെ, അല്ലെങ്കിൽ ഉത്തരാഖണ്ഡിൽ നടന്നപോലെ, അല്ലെങ്കിൽ ഹിമാചൽ പ്രദേശിലും ഡൽഹിയിലും സംഭവിക്കാമെന്ന് ഇവർ പേടിക്കുന്ന പോലെയെല്ലാമുള്ള ഒരു ആർട്ടിക്കിൾ 356ന്റെ ഇൻവൊക്കേഷൻ ഉണ്ടാകുമോ? അതിപ്പം ഗവൺമെൻറ് അധികാരത്തിൽ വന്നിട്ട് പോലുമില്ല. അതിൻ്റെയൊക്കെ ഒരു ശക്തമായിട്ടുള്ള സൂചനയാണോ ഭീഷണിയാണോ നൽകുന്നുള്ള കാര്യം, മുന്നറിയിപ്പാണോ നൽകുന്നുള്ള കാര്യം നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. ഒരു ബോർഡിൻ്റെ കാര്യമില്ല. ആ ഒരു ബോർഡ് പിച്ച് ചെയ്യുന്നത് ആ പാർട്ടിയുടെ നേരെയുള്ള ജനാധിപത്യപരമായ പാർട്ടിയുടെ നേരെയുള്ള ഒരു കടന്നാക്രമണമാണ്. മാത്രമല്ല ശ്രീ പി വി തോമസ്, 14 സംസ്ഥാനങ്ങൾ തങ്ങൾക്കൊപ്പമാണ് എന്ന ഒരു വലിയ തോതിലുള്ള ഊറ്റം കൊള്ളൽ മാത്രമല്ല, 2 സംസ്ഥാനങ്ങൾ മാത്രം ഭരിക്കുന്ന CPMനെ നേരിടാൻ, അല്ലെങ്കിൽ ഒരു പ്രഖ്യാപിത ശത്രുവായി ദില്ലിയിലടക്കം ഒരു പക്ഷേ ഇതിൻ്റെ കൊട്ടിഘോഷിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നുണ്ടെങ്കിൽ, താങ്കൾ ഈ പറഞ്ഞ ഗൂഢാലോചന അടക്കം ചേർത്ത് വായിച്ചാൽ, കാരണം ഒരു പ്രഖ്യാപിത ശത്രുവായി അവിടെ CPM, അതും ദില്ലി കേന്ദ്രീകരിച്ച് ദേശീയ മാധ്യമങ്ങളടക്കം ശ്രദ്ധ വരുന്ന രീതിയിലുള്ള ഒരു സമരത്തിലേക്ക് പോകുന്നുണ്ടെങ്കിൽ പിന്നാമ്പുറം അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അതായത് ഇത് വെറും ഒരു സംഭവമല്ല, ഒരു താക്കീത് മാത്രമാണ്. രവിശങ്കർ പ്രസാദിൻ്റെ ആ പ്രസ്താവനയും ഇന്നത്തെ സംഭവങ്ങളും നമ്മൾ കൂട്ടി വായിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇത് ചെറിയൊരു സ്ട്രീറ്റ് കലാപമല്ല, ഇതിനപ്പുറം വരാൻ പോകുന്ന കാര്യങ്ങളിലേക്കുള്ള സംഭവമാണ്, ഒരു താക്കീതാണ്, മുന്നറിയിപ്പാണ്, അതിൻ്റെ ഒരു രൂപരേഖയാണ് വെളിപ്പെടുത്തുകൊണ്ടിരിക്കുന്നത്. അത് നടക്കുകയില്ല എന്നുള്ള കാര്യം നമുക്കറിയാം. 1959 അല്ല ഇപ്പോൾ ഈ 2016 എന്ന് പറയുന്നത്. അത് വേറെ കാര്യം. എങ്കിൽ തന്നെയും പേടിപ്പിക്കുവാനും ഭീഷണിപ്പെടുത്തുവാനും ബ്ലാക്ക് മെയിൽ ചെയ്യാനുമുള്ള ഒരു പ്രവണത ഉണ്ടോ എന്ന് നാം സംശയിക്കേണ്ട കാര്യമില്ല. അതുതന്നെയാണ്. ആ രീതിയിൽ മുമ്പോട്ട് പോകും എന്നാണ് രവിശങ്കർ പ്രസാദ് ഇന്നലെ പറഞ്ഞതിൻ്റെ പൊരുൾ. യെസ്, ശ്രീ ഫക്രുദ്ദീൻ അലി, ഇവിടെ സൂചിപ്പിച്ചതുപോലെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഒരു ഫെഡറൽ സംവിധാനമുണ്ട്. ഈ രീതിയിലാണെങ്കിൽ ഫെഡറൽ സംവിധാനം, അതെന്തായാലും ഫെഡറൽ സംവിധാനത്തിൻ്റെ ഒരു താളം തെറ്റൽ പുതിയ കാര്യമല്ല. ഒരു പക്ഷേ NDA സർക്കാർ വന്നതിന് ശേഷം നമ്മൾക്ക് സമീപകാല വിഷയങ്ങളൊക്കെ, ഉദാഹരണങ്ങളടക്കം നമ്മുടെ മുന്നിലുണ്ട്. ഈ ഒരു ഫെഡറൽ സംവിധാനത്തിന് പോലും വെല്ലുവിളി ഉയർത്തുന്ന രീതിയിലുള്ള ദുഷ്പ്രവണതയായി ഒരു പക്ഷേ വ്യാഖ്യാനിക്കാവുന്ന തരത്തിലാണോ ഇന്നത്തെ സാഹചര്യങ്ങൾ? ഞാൻ കേരളവും കേന്ദ്രവും തമ്മിൽ 2 സാഹചര്യങ്ങളുടെ ഭാവിയിലേക്കുള്ള പോക്കിന്റെ ഇന്ത്യ എന്നുള്ളൊരു ആശയമുണ്ടല്ലോ. ഇന്ത്യ എന്നുള്ള ആശയം ഫെഡറലിസത്തിനും ജനാധിപത്യത്തിനും സെക്യുലറിസത്തിനും അധിഷ്ഠിതമാണ്. അപ്പോൾ ഇന്ത്യ എന്നുള്ള ഈ ആശയത്തിനെതിരെ ഹിന്ദുത്വവാദികൾ നടത്തുന്ന ഒരു കുരിശി യുദ്ധമോ ധർമ്മയുദ്ധം, അത് ധർമ്മയുദ്ധം എന്ന് പറയാൻ പറ്റും, അധർമ്മ യുദ്ധമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ഇത് ഒറ്റപ്പെട്ട സംഭവമായി ഞാൻ കരുതുന്നത്. PV തോമസ് പറഞ്ഞ പോലെ ഇത് വലിയ ഒരു ഭീഷണിയാണ്. ഇവർ വന്നത് തന്നെ അക്ബർ റോഡിൻ്റെ പേര്, ഇപ്പോൾ ഔറംഗസേബിൻ്റെ പേരിലുള്ള റോഡ് മാറ്റി എനിക്ക് വലിയ പ്രശ്നം. അക്ബർ എന്ന് പറഞ്ഞാൽ ലോകം കണ്ട ഏറ്റവും വലിയ മതേതരവാദിയായിട്ടുള്ള ഒരു രാജാവായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരിലുള്ള റോഡ് മാറ്റുന്നു. 2, CPM പോലെയുള്ള കൃത്യമായി ജനാധിപത്യപരമായി പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും ശാന്തി സമരത്തിൽ നിർണായകമായ പങ്ക് വഹിച്ചിട്ടുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യത്തിൻ്റെ ബാക്കിയായി നിൽക്കുന്ന CPM പോലെയുള്ള പ്രസ്ഥാനത്തിന് അതിൻ്റെ ഓഫീസ് അടിച്ചു തകർക്കുന്നു. ഈ അടിച്ചു തകർത്ത സംഭവം
ഒരു ഒറ്റപ്പെട്ട ഒന്നല്ല, നമ്മളെ കാണേണ്ടത്. ഇത് രണ്ട് സംഭവങ്ങളുടെ തുടർച്ചയാണ്. ഇതേമാതിരി കണ്ണൂർ മുമ്പ് ഒരു രാഷ്ട്രീയ സംഘർഷം ഉണ്ടായ സമയത്ത് ഇവർ അന്ന് യെച്ചൂരി പോളിറ്റ് ബ്യൂറോ മെമ്പർ യെച്ചൂരിയുടെ സെൻ കാർ അടിച്ചു നടത്തുന്ന സംഭവം ഡൽഹിയിലുണ്ടായിരുന്നു. അതുപോലെ തന്നെ കനയ്യകുമാറിനെ ആക്രമിച്ചത് കോടതിയിൽ വെച്ചാണ്. നമ്മൾ ജനാധിപത്യ അടുത്തത് വിഷയവുമായി ബന്ധപ്പെട്ട് ചെല്ലുന്ന ആ ഒരു സംഭവം എല്ലാം ചേർത്ത് വായിച്ചു. അടിയന്തരാവസ്ഥ കാലത്ത് പോലും നമ്മൾ കണ്ടിട്ടില്ലാത്തതാണ് ഇത്തരം സംഭവ വികാസങ്ങൾ. ഇത് വളരെ ശക്തമായി ഇന്ത്യ എന്നുള്ള ആശയം, ഫെഡറലിസത്തിലും മതേതരത്വത്തിലും ജനാധിപത്യത്തിലും അധിഷ്ഠിതമായ ഇന്ത്യ എന്നുള്ള ആശയത്തിനെതിരെ ഇവർ നടത്തുന്ന അധർമ്മ യുദ്ധമാണ്. ഇത് ഈ CPM കേരളത്തിന്റെ പേര് പറഞ്ഞ് CPM അടിക്കുമ്പോൾ ഇത് കേരളത്തിനെതിരെ യുദ്ധമാണ്. കാരണം ഇവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഇവർ തല കുത്തി നിന്നിട്ട് ആപ്പാട് രാജേട്ടന്റെ സീറ്റ്, അത് കോൺഗ്രസ് ഒരു ഒത്തു കളിച്ചതിന്റെ ഫലമായിട്ട് രാജേട്ടന്റെ സീറ്റ് ജയിച്ചെടുക്കാൻ പറ്റിയില്ല, വേറെ സീറ്റ് ജയിക്കാൻ പറ്റുന്നില്ല. ഇദ്ദേഹത്തെ പോലെയുള്ള എന്റെ സുഹൃത്താണ്. അതായത് ഇവിടെ കോൺഗ്രസ് ദുർബലാവസ്ഥയിലാണ്. സ്വാഭാവികമായും CPM ഒരുപക്ഷെ മറ്റൊരു പ്രതിപക്ഷമായി ഒരു സാഹചര്യങ്ങളെ ഉപയോഗപ്പെടുത്താൻ തുടങ്ങി. ഒരുപക്ഷെ പലതരത്തിലുള്ള തന്ത്രങ്ങൾ ഇവിടെ നേരത്തെ PV തോമസ് സൂചിപ്പിച്ചതുപോലെ ആർട്ടിക്കിൾ അടക്കം ഒരുപക്ഷെ എവിടെയൊക്കെ പ്രയോഗിച്ചിട്ടുണ്ടോ അതിൻ്റെ അടക്കം സാധ്യതകളിലേക്ക് ഇന്ന് തന്നെ ഒരു പദ്ധതിയിലേക്ക് അടക്കം പോകുന്നുണ്ട്. ആ ഒരു ഒറ്റ നമുക്ക് വെറുതെ തള്ളിക്കളയാവുന്ന കാര്യങ്ങളാണെന്ന് തോന്നുന്നു. വളരെ കൃത്യമായ മെസ്സേജാണ് രവിശങ്കർ പ്രസാദിന്. ഇന്ത്യ ഭരിക്കുന്നത് BJP ആണ്. ഇന്ത്യ അവർ ഭരിച്ചോട്ടെ, നമുക്ക് എന്താ ഒരു തിണ്ണമെടുക്കാണ്. ഇന്ത്യ അവർ ഭരിച്ചാൽ നമുക്ക് കേരളം ഭരിക്കാൻ പോകുന്നത് CPM ആണ്. ആ CPM എന്ന ഇന്ത്യയിലെ പ്രതിപക്ഷ കക്ഷികൾ വളരെ കൃത്യമായി ഫാസിസത്തെ വളരെ കൃത്യമായി മനസ്സിലാക്കുകയും ഏറ്റവും ശാസ്ത്രീയവും ഏറ്റവും ആധികാരികമായി, വെറുതെ വർത്താനം വന്നുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല, അത് ഫിസിക്കലായി വന്നാൽ ഫിസിക്കലായി തടയാൻ ശേഷിയുള്ള ഒരേ ഒരു പ്രസ്ഥാനം, ഏറ്റവും ശാസ്ത്രീയമായ ബോധം ഫാസിസത്തെ വളർത്തിക്കൊണ്ടുവരുന്ന പ്രസ്ഥാനം, ആ പ്രസ്ഥാനം കേരളത്തിൽ അധികാരത്തിൽ വന്ന് ഇവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല. കാരണം അതുകൊണ്ടാണ് ഭരണത്തിന് അധികാരം ഏൽക്കുന്നതിന് മുമ്പ് തന്നെ പ്രശ്നമുണ്ടായി. ആദ്യത്തെ സംഭവം നടന്നത് എവിടെ? തലയ്ക്ക് തന്നെ അടിക്കണം എന്ന് അവർക്ക് അറിയാം. അതുകൊണ്ട് മലബാറിൽ, കണ്ണൂർ, തലശ്ശേരി പിണറായി പോയി അടിച്ചു. അത് വളരെ കൃത്യമാണ്. എന്തായാലും ശ്രീ ഗോവിന്ദൻ മാഷ്, ഈ ഒരു അപകടാവസ്ഥ, ഭാവിയിലേക്കുള്ള ഒരു അപകടാവസ്ഥ നിങ്ങൾ മുൻകൂട്ടി കാണുന്നുണ്ടോ? കാരണം PV തോമസ് ഒക്കെ സൂചിപ്പിച്ചതുപോലെ ഫെഡറൽ സംവിധാനത്തെ പോലും ഏത് രീതിയിൽ ഉപയോഗപ്പെടുത്താം. കാരണം അന്തിമമായി അത് കോടതിയിലേക്ക് എത്തിയപ്പോൾ അവിടെയാണ് നീതി നിശ്ചയിക്കപ്പെട്ടത്. ഇങ്ങനെയൊക്കെയുള്ള അപകടാവസ്ഥ നിങ്ങൾ മുൻകൂട്ടി കാണുന്നുണ്ടോ? അത് ഈ കേരളം 1957 സഖാ VMS ഗവൺമെൻറ് അധികാരത്തിൽ വന്നപ്പോൾ തന്നെ കണ്ടതാണ്. ആ ഗവൺമെൻറ്റിനെ താഴെ ഇറക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനത്തിൽ വാജ്പേയി ഉൾപ്പെടെ ഈ കേരളത്തിൽ വന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരായിട്ടും ഗവൺമെൻറ്റിനെതിരായിട്ടും പ്രസംഗിച്ചിട്ടുണ്ട്. അപ്പോൾ 1959 വിമോചന സമരത്തിൻ്റെ കാലത്ത് അന്ന് മുതലേ തുടങ്ങിയിട്ടുള്ള കാര്യം. ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഇവിടെ ഗോപാലകൃഷ്ണൻ ചില കണക്കെല്ലാം പറഞ്ഞു. ആ കണക്കെല്ലാം ശുദ്ധ അസംബന്ധ കണക്കാണ്. യഥാർത്ഥത്തിൽ BJPക്ക് 20 ലക്ഷം വോട്ട് കിട്ടിയിരിക്കുന്നു കൂടുതൽ എന്ന് പറയുന്നത് എന്ത് കാര്യമാണ്? ഇവർക്ക് 12% വോട്ട് വാജ്പേയി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരിക്കുന്ന സന്ദർഭത്തിൽ ഈ കേരളത്തിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ 12% വോട്ട് അന്ന് കിട്ടിയിട്ടുണ്ട്. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് കിട്ടിയിട്ടുണ്ട്. ഇനിയും പറയാണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് ഇവർക്ക് 16.22% വോട്ട് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ അവർക്ക് കിട്ടിയിട്ടുള്ളത് 16.50% അതിനപ്പുറം വോട്ടൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ വല്ലാത്ത രീതിയിൽ ഇവിടെ വളർന്നിരിക്കുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ BDJS, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നായാടി മുതൽ നമ്പൂതിരി വരെയുള്ള മുഴുവൻ സംവിധാനത്തെയും കൂട്ടിച്ചേർത്ത് വർഗീയവൽക്കരിച്ച് ഈ കേരളത്തിൽ നിന്ന് നേടാൻ സാധിച്ചിട്ടുള്ളത് ഈ പറയുന്ന വോട്ട് ശതമാനം മാത്രമാണ് എന്ന കാര്യം മറക്കാൻ പാടില്ല ഗോപാലകൃഷ്ണൻ. ശ്രീ ഗോപാലകൃഷ്ണൻ, അവിടെയാണ് ഞാൻ ചോദിച്ചത്. കാരണം നമ്മൾ ചരിത്രം അല്പം ഓർമ്മ പിന്നോട്ട് പോയി കഴിഞ്ഞാൽ ബീഫിൻ്റെ വിഷയത്തിൽ പോലും ദില്ലിയിൽ വലിയ സമരങ്ങളിലേക്ക് ഒരുപക്ഷെ അവിടെ പ്രതിരോധം സൃഷ്ടിച്ചത് ഇടതുപക്ഷം അല്ലെങ്കിൽ ഇടതുപക്ഷ സംഘടനകൾ, CPM നേതൃത്വം നൽകുന്ന ഉൾപ്പെടെയുള്ള സംഘടനകൾ. അവിടെ നിങ്ങൾക്ക് പ്രതിരോധിക്കാനാകാത്ത രീതിയിൽ ദേശീയ മാധ്യമങ്ങളടക്കം ചർച്ചയ്ക്ക് വഴിവെക്കുന്ന സാഹചര്യം, പാർലമെന്റിലടക്കം പ്രതിരോധം ഇടതുപക്ഷ MPമാർ ഉയർത്തുന്നു. ഇങ്ങനെയൊക്കെ മുഖ്യ ശത്രുവായി ഒരുപക്ഷെ നിങ്ങളുടെ നയങ്ങൾ നടപ്പാക്കുന്നതിൽ പ്രതിരോധവുമായി വരുന്ന ഒരു പ്രഖ്യാപിത ശത്രുവായി ഇടതുപക്ഷം മാറുന്നു. നിങ്ങളുടെ പാർട്ടിയോ അല്ലെങ്കിൽ ഇന്നലെ രവിശങ്കർ പ്രസാദ് അവകാശപ്പെട്ടതുപോലെ 14 സംസ്ഥാനങ്ങൾ ഞങ്ങൾ ഭരിക്കുന്നു എന്ന് ഓർമ്മപ്പെടുത്തണം. മാത്രമല്ല കേന്ദ്രം എന്ന ഞങ്ങൾ ഭരിക്കുന്നു, ആ തിണ്ണമിടക്ക് കൂടി ഒരുപക്ഷെ വെളിവാക്കിക്കൊണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം പറഞ്ഞത്. പ്രഖ്യാപിത ശത്രുവായി ഇടതുപക്ഷം മാറുന്ന ഒരു സാഹചര്യം. ശ്രീ ഗോപാലകൃഷ്ണൻ, ഈ ഇന്ത്യ മഹാരാജ്യത്തിൽ ഈ കേരളം മാത്രം ഭരിക്കാൻ 91 സീറ്റ് കിട്ടിയ ഇടതുപക്ഷത്തിന് ഞങ്ങൾ പ്രഖ്യാപിത ശത്രുവായി, പ്രഖ്യാപിത പ്രതിപക്ഷമായി കാണുന്നു എന്ന് പറയുന്നതിനേക്കാൾ വലിയ തമാശ വേറെ ഒന്നുമില്ല. ഞങ്ങൾക്ക് ഇടതുപക്ഷം ഒരു പ്രശ്നമേ അല്ല. കേരളത്തിൽ ഇടതുപക്ഷം ഭരിക്കലാണ് ഞങ്ങളുടെ ആവശ്യം. ഇടതുപക്ഷം കേരളത്തിൽ ഭരിച്ചാൽ അവരുടെ എല്ലാ കള്ളത്തരവും ഞങ്ങൾ പുറത്തു കാട്ടും.
ഇപ്പം തന്നെ ജനാധിപത്യ രീതിയിൽ ഈ ജനങ്ങളെ പറ്റിച്ചില്ലേ? ജനാധിപത്യ രീതിയിൽ നിങ്ങൾ എന്താ പറഞ്ഞത്? VS അച്യുതാനന്ദനാണ് മുഖ്യമന്ത്രി എന്നാ. എല്ലായിടത്തും ആ പാവം മനുഷ്യനെ ഉന്തിക്കൊണ്ട് കാണിച്ചിട്ട് അവസാനം ഈ പാവം മനുഷ്യനെ മൂലക്കിരുത്തിയിട്ട് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി. ഇത് തന്നെയാണ് ഒന്നാമത്തെ ജനാധിപത്യ വഞ്ചന. ഈ ജനാധിപത്യ വഞ്ചനയാണല്ലോ ഇപ്പൊ കാട്ടിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് നിങ്ങൾ സമയം തരണം, 2-3 ആൾക്കാർ നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാനുണ്ട്. എൻ്റെ സുഹൃത്തുണ്ടല്ലോ നമ്മുടെ ഫക്രുദ്ദീൻ അലി. എൻ്റെ ഫക്രുദ്ദീൻ അലി, താങ്കൾ പറഞ്ഞല്ലോ ഇന്ത്യ ഇന്ത്യ എന്ന വികാരം. ഇന്ത്യ എന്ന വികാരം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇല്ല. ഇപ്പോഴും കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന ഇന്ത്യൻ മാർക്സിസ്റ്റ് പാർട്ടി എന്ന് പറയാനുള്ള ചങ്കൂറ്റവും ധൈര്യവും ആശയവും ഇന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇല്ല. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, അലി, താങ്കൾ ഒരു സ്വതന്ത്ര ചിന്തകനാണെന്നൊക്കെയാണല്ലോ പറയുന്നത്. ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഇടയിൽ സംസാരിക്കല്ലേ. സ്വതന്ത്ര ചിന്തകനാണെന്നാണല്ലോ പറയുന്നത്. താങ്കൾ ഒരൊറ്റ കാര്യം പറയുക, താങ്കൾ വരിക എൻ്റെ കൂടെ, നമുക്ക് ഒന്നിച്ച് കണ്ണൂർ പോകാം. ഈ കൈരളി ചാനലിൽ എൻ്റെ കൂടെ വരട്ടെ. അക്രമം നടത്തിയത് ആരാണെന്നും അക്രമം ഏതൊക്കെ ഭാഷയിലാണ് നടത്തിയതെന്നും ഞാൻ കാണിച്ചു തരാം. ഗാന്ധി സ്മാരകശാല, ഗാന്ധി സാഹിത്യവുമായി ബന്ധപ്പെട്ട ഗാന്ധി സ്മാരക വായനശാല അടിച്ചു തകർത്തു. ശ്രീനാരായണ ഉത്സവ കമ്മിറ്റിയുടെ വായനശാല, അതുമായി ബന്ധപ്പെട്ട ഓഫീസ് അടിച്ചു തകർത്തു. നിരവധി വീടുകളിൽ, ഞങ്ങൾക്ക് കിട്ടിയ വിവരമനുസരിച്ച് 22 വീടുകളിൽ ആ വീട്ടിൽ മണ്ണെണ്ണ ഒഴിച്ചിരിക്കുന്നു, ഡീസൽ ഒഴിച്ചിരിക്കുന്നു കിണറ്റിൽ. ഇതിനൊക്കെ വലിയ കിരാതമായ ഫാസിസം. ധൈര്യമുണ്ടെങ്കിൽ പറ, ഞാൻ നിങ്ങളുടെ കൂടെ വരാം. എനിക്ക് ധൈര്യമുണ്ട്. നിങ്ങൾ പറയേ, എന്റെ കൂടെ വാ. നിങ്ങൾക്ക് കണ്ണൂർ ആ അക്രമം ധൈര്യമുണ്ടെങ്കിൽ നിങ്ങൾ കൈരളി ടിവിയുമായിട്ട് പ്രതീക്ഷയായിട്ട് ഇടയിൽ സംസാരിക്കല്ലേ. ഇടയിൽ സംസാരിക്കുന്നതല്ല മിസ്റ്റർ ശരിയായിട്ടുള്ള കാര്യം. നിങ്ങൾ പ്രതീക്ഷനെ വിളിക്ക്. ഗോവിന്ദ മാഷ് പറഞ്ഞതാണോ ശരി, നമ്മൾ പറഞ്ഞതാണോ ശരി എന്നുള്ളത് നിങ്ങൾക്ക് കാണിക്കാം. നിങ്ങൾ എൻ്റെ കൂടെ വാ, നമുക്ക് ഒന്നിച്ചു പോകാം. അങ്ങനെ നമുക്ക് കണ്ണൂരിൽ, ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാം, അക്രമത്തെ ഞങ്ങൾ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാൻ തയ്യാറല്ല. 91 സീറ്റ് കിട്ടി 41% വോട്ടുമായിട്ട് അധികാരത്തിൽ വന്നിട്ടുള്ള ആദരിക്കാനും ഞങ്ങൾ തയ്യാറാണ്. ശ്രീ ഗോപാലകൃഷ്ണൻ, എന്തായാലും പോകുമ്പോൾ എന്തായാലും ഗോവിന്ദ മാഷിനെ കൂടി നമുക്ക് കൊണ്ടുപോകാം. കാരണം ഗോവിന്ദ മാഷെ കൂടി കൊണ്ടുപോകാം. ഗോവിന്ദ മാഷൻ നമുക്ക് പോവാം. അല്ല, ഗോവിന്ദ മാഷെ കൂടി കൊണ്ടുപോകാം. പ്രതീക്ഷിന് ധൈര്യമുണ്ടോ? ധൈര്യമുണ്ടോ? ഒരു തെളിവെടുപ്പ് നടത്താനുള്ള ധൈര്യം പ്രതീക്ഷിനുണ്ടോ? കൈരളി ടിവിക്ക് ഉണ്ടെങ്കിൽ പറ. തീർച്ചയായും തീർച്ചയായും അത് എടുക്കുന്നു. കാരണം സമാധാനം തന്നെയാണ് ശ്രീ ഗോപാലകൃഷ്ണൻ ആത്യന്തികമായി സമാധാനം തന്നെയാണ് ഉൾക്കൊള്ളുന്നത്. വാസ്തവത്തിൽ ഈ തൃശ്ശൂരില് എടവിലെങ്കില്, ഞാനൊന്ന് പറഞ്ഞോട്ടെ, തൃശ്ശൂരില് എടവിലെങ്കില് പ്രമോദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ കൊന്നതാര? ഇന്നലെ ദുബായിൽ നിന്ന് വന്നവനാ. ആ ആഹ്ലാദപ്രാണം കേൾക്കാൻ വേണ്ടി റോഡിൽ നിന്നതാ. ഇഷ്ടയടിച്ച കൊന്നത് 19-ാം തീയതി. മാത്രമല്ല, ഗോവിന്ദ മാഷ് പറഞ്ഞല്ലോ, പോലീസ് സ്റ്റേഷനിൽ പോലും ബോംബുണ്ടാക്കുമെന്ന് പറഞ്ഞ കോടിയേരി ബാലകൃഷ്ണന്റെ പാർട്ടിയാണ് നിങ്ങളുടേത് എന്ന് മാത്രമല്ല, ജീപ്പ് കയറിയത് നിങ്ങളുടെ ജീപ്പ് കയറിയിട്ടാ. ആഹ്ലാദ പ്രകടനവുമായി വന്ന നിങ്ങളുടെ ജീപ്പിൽ ചാടി കയറിയപ്പോ തലകുത്തി വീണ ആ ജീപ്പ് കയറിയിട്ടാണ് മരിച്ചത്. ഇതാണ് പോലീസ് റിപ്പോർട്ട്. എന്തിനാ ഇങ്ങനെ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഇരയെ വേട്ടക്കാരനായി ചിത്രീകരിക്കുന്ന രീതി നമ്മൾ കണ്ടതാണ്. ഇപ്പൊ ഉദാഹരണമായി ബീഫ് കഴിച്ചതിന്റെ ആളുകളെ തല്ലിക്കൊല്ലുന്ന അവസ്ഥ വന്ന സമയത്ത് അസഹിഷ്ണുതയായിട്ട് ബന്ധപ്പെട്ട് വലിയൊരു വിവാദം ഉണ്ടായ വന്ന സമയത്ത് ശ്രീ ഗോവിന്ദ മാഷിന് കൂടി യാഥാർത്ഥ്യം എന്തായാലും പറയാൻ കാണാം. ശ്രീ ഗോവിന്ദ മാഷ്, കണക്കുകളാണ് ഒരു പക്ഷേ ഗോപാലകൃഷ്ണൻ സൂചിപ്പിക്കുന്നത്. കണക്കുകൾ അപ്പുറത്തേക്ക് ഇതിന്റെ വസ്തുതകൾ പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. അതൊക്കെ നോക്കുമ്പോൾ അത് വോട്ടിംഗ് ശതമാനത്തിൻ്റെ അതല്ല, ഇപ്പോൾ അത് മാറ്റിവെക്കുക. അതിൻ്റെ ഒരു പക്ഷേ മൂലകാരണം നിങ്ങൾ പറയുമ്പോഴും അതും സ്പർശിക്കപ്പെടേണ്ടതാണ്. എങ്കിലും അക്രമങ്ങളുടെ അടക്കം ആക്കം കൂടുന്ന ആ ഒരു സാഹചര്യം അത് പരിശോധനയ്ക്ക് വിധേയമാക്കിയാൽ ഇവിടെ ഇപ്പോൾ CPIM ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും വമ്പിച്ച രീതിയിലുള്ള ഒരു മുന്നേറ്റം, ഇവരാരും പ്രതീക്ഷിക്കാത്ത, BJP ഒന്നും പ്രതീക്ഷിക്കാത്ത ഒരു മുന്നേറ്റം ഈ കേരളത്തിലുണ്ടായി. ആ മുന്നേറ്റത്തെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് സ്വാഭാവികമായിട്ടും UDFനും സാധിച്ചിട്ടില്ല, BJPക്കും സാധിച്ചിട്ടില്ല. BJP 70+ എന്ന് പറഞ്ഞു തുടങ്ങിയിട്ട് അവസാനം ഒരു സീറ്റ് കോൺഗ്രസിൻ്റെ സംഭാവനയായിട്ട് ലഭിച്ച ഒരു സീറ്റിൽ നിൽക്കുകയാണ്. ഇവിടെ പറയുന്നത് പോലെ വളരെ വമ്പിച്ച ഒരു മുന്നേറ്റം ഉണ്ടാക്കിയിരിക്കുന്നു എന്ന് പറയുന്നതിൽ യാതൊരു കാര്യമില്ല. BDJS ഉൾപ്പെടെയുള്ള എല്ലാ വിഭാഗത്തെയും കൂട്ടിച്ചേർത്തിട്ട് നിങ്ങൾക്ക് 0.20% വോട്ട് മാത്രമാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അക്കൗണ്ട് തുറക്കാൻ സാധിച്ചതിൻ്റെ കഥ ഞാൻ കൃത്യമായിട്ട് പറയാം, നമ്പർ തന്നെ വെച്ച് പറയാം. ഇവിടെ കോൺഗ്രസിനെ പൂർണ്ണമായി ഉപയോഗപ്പെടുത്തി. അതാണല്ലോ അവിടെ മത്സരിച്ച് തോറ്റ UDF സ്ഥാനാർത്ഥി പറഞ്ഞത്, എനിക്ക് ഒരു വോട്ട് പോലും UDFൻ്റെ ഭാഗമായിട്ട് കിട്ടിയിട്ടില്ല.
13,000 വോട്ട് എനിക്ക് കിട്ടിയത് എൻ്റെ വ്യക്തിപരമായ വോട്ട് മാത്രമാണ്. UDFിൻ്റെ ഒരു വോട്ടും കിട്ടിയിട്ടില്ല എന്ന് മത്സരിച്ച UDF സ്ഥാനാർത്ഥി തന്നെ പരസ്യപ്പെടുത്തിയ പശ്ചാത്തലത്തിൽ എവിടെ UDFിൻ്റെ വോട്ട് എന്നുള്ളത് പ്രധാനപ്പെട്ട ചോദ്യമല്ലേ? കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് അവർക്കവിടെ കിട്ടിയിരുന്ന വോട്ട് UDFിൻ്റെ വോട്ട് 32,639 32,000 ഈ കോൺഗ്രസിൻ്റെ വോട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് 32,639 വോട്ടാണ്. അതായത് BDJS എന്ന് പറയുന്ന ആ ഒരു ഒന്നുമില്ലാതായി പോയിരിക്കുന്നു. അല്ല, അതൊന്നും ഇല്ലാതെ സന്ദർഭത്തിൽ കിട്ടിയ വോട്ട് ഈ പറയുന്ന 32,639 വോട്ടാണ്. ഇപ്പോൾ അവർക്ക് കിട്ടിയിട്ടുള്ളത് 13,860 വോട്ടാണ്. ബാക്കി വോട്ട് എവിടെ പോയി എന്ന് ഗോപാലകൃഷ്ണൻ മാന്യമായിട്ട് മറുപടി പറയണം. വെറുതെ അല്ലും തുല്ലും പറഞ്ഞൊന്നും കാര്യമില്ല. നമുക്ക് അക്രമരാഷ്ട്രീയമാണ് ചർച്ചയെങ്കിൽ കൂടിയും അതിൽ വരുന്ന ചില നിഴലിപ്പുകൾ മാത്രം അതിന്റെ മറുപടി. കാരണം ബാക്കി വോട്ടുകൾ എവിടെ പോയി ശ്രീ ഗോപാലകൃഷ്ണൻ? കോൺഗ്രസിന്റെ വോട്ട് എവിടെയാ പോയേ? ആ വോട്ട് വാങ്ങിയില്ലെങ്കിൽ O രാജഗോപാൽ എന്ന് പറയുന്ന BJP സ്ഥാനാർത്ഥി ജയിക്കുന്ന പ്രശ്നമില്ല. അതൊന്ന് പറ, അതൊന്ന് ഗോവിന്ദൻ മാഷ് പറ. സീമ 3-ാം സ്ഥാനത്ത് പോയില്ലേ? കഴക്കൂട്ടത്ത് 3-ാം സ്ഥാനത്ത് പോയില്ലേ? സീമയ്ക്ക് കിട്ടിയ വോട്ട് എവിടെ പോയി? കഴിഞ്ഞ തെരഞ്ഞെടുപ്പില് പാവം രാജേട്ടന് കോൺഗ്രസ്സുകാർ CPM-ന് വോട്ട് കൊടുത്തു എന്ന് പരസ്യമായി പറഞ്ഞില്ലേ, പ്രഖ്യാപിച്ചില്ലേ? ഇന്നലെ ഉമ്മൻചാണ്ടി പറഞ്ഞല്ലോ, ഞങ്ങൾ BJP-യെ തോപ്പിക്കുവാൻ വേണ്ടി CPM-ന് വോട്ട് കൊടുത്തു. ഉമ്മൻചാണ്ടി പരസ്യമായി പറഞ്ഞില്ലേ? ഗോവിന്ദൻ മാഷ് ഒരു കക്ഷ സീമയുടെ വോട്ട് എവിടെ പോയി എന്നൊന്ന് പറയട്ടെ, അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞാൽ മതിയല്ലോ. 20 ലക്ഷം വോട്ട് ഇപ്രാവശ്യം കരസ്ഥമാക്കി. ഈ ലോക്സഭാ ഇലക്ഷന്റെ സമയത്ത് അവിടെ 3-ാം സ്ഥാനത്താണ് വട്ടിയൂർക്കാവിൽ ഒരു കാര്യം വ്യക്തമായി കളയാം. അതായത് ഞാൻ ഈ ഉന്നയിച്ച പ്രശ്നത്തിന് മറുപടി പറയാൻ സാധിക്കാതിരിക്കുന്ന സന്ദർഭത്തിൽ പ്രയാസകരമായ പശ്ചാത്തലത്തിൽ അരി എത്ര എന്ന് ചോദിക്കുമ്പോഴും പയർ അഞ്ഞായി എന്ന് പറയുന്ന പോലെ പഴയ ഒരു ന്യായമാണ് ഈ ഗോപാലകൃഷ്ണൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഗോപാലകൃഷ്ണൻ അന്തസ്സുണ്ടെങ്കിൽ പറ, കോൺഗ്രസിൻ്റെ വോട്ട് നേടിയിട്ടാണ് ഞങ്ങൾ അക്കൗണ്ട് തുടങ്ങിയത് എന്ന് പറയാനുള്ള മാന്യത കാണിക്ക്. ഇല്ലാതെ വെറുതെ അല്ലും തുല്ലും പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. കോൺഗ്രസിനെ തോൽപ്പിച്ചുവല്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ തോൽപ്പിക്കാൻ വേണ്ടി കോൺഗ്രസിന്റെ വോട്ട് വാങ്ങി 10-20,000, 1-2 10 10-20,000 വോട്ട് വാങ്ങിയിട്ടാണ് നിങ്ങൾ ജയിച്ചതെന്ന് കാര്യം മനസ്സിലാക്കണം. ചർച്ചയുടെ ഒരു പക്ഷേ ആ വിഷയത്തിലേക്ക് ശ്രീ ഗോവിന്ദൻ മാഷ്, ഇവിടെ അക്രമ രാഷ്ട്രീയത്തെ പറ്റി പറയുമ്പോൾ നിങ്ങൾക്ക് രണ്ടുപേർക്കും കൈകളുണ്ട് അല്ലേ? അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പക്ഷേ നിങ്ങൾ ആക്രമിക്കുന്ന ഒരു രീതിയിലേക്ക് എത്തപ്പെട്ട ഒരു സാഹചര്യമാണ് ഒരു പക്ഷേ പരിശോധിക്കപ്പെടേണ്ടത്. അവിടെയാണ് പിഴവ് എവിടെ പറ്റി? പിഴവ് അല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ആക്രമിക്കുന്ന പ്രശ്നമില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അത്യുജ്വലമായ വിജയം നേടി ജനങ്ങളുടെ പൂർണ്ണമായ പിന്തുണ നേടി ഒരു ഗവൺമെൻറ് രൂപീകരിക്കാൻ പോകുന്ന പശ്ചാത്തലത്തിൽ ആരെങ്കിലും കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി പുറപ്പെടുമോ? ഞങ്ങൾ കുഴപ്പമുണ്ടാക്കാൻ പോകുന്ന പ്രശ്നമില്ല. ഇവിടെ ഒരാളെ കൊല്ലുന്ന അല്ലെങ്കിൽ വാഹനം കയറ്റി ബോംബെറിഞ്ഞ് വാഹനം കയറ്റി കൊല്ലുന്നതിനെ ഗീബിൾസൺ സിദ്ധാന്തത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ആവർത്തിച്ച് കളവ് പറയുക, അത് ഈ RSSൻ്റെ ഒരു പ്രത്യേക സ്വഭാവമാണ്. എല്ലാ ഫാസിസ്റ്റുകളുടെയും സ്വഭാവം തന്നെയാണ്. പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഫാസിസം എന്ന് പറയുന്നത്. ഫാസിസത്തെ പറ്റി ഗോപാലകൃഷ്ണൻ മനസ്സിലാവാനായിട്ടാണ്. എന്താ ഫാസിസം എന്നുള്ളതിനെപ്പറ്റി കൃത്യമായ ഡെഫിനിഷൻ ഉണ്ട്. അത് വെച്ചുകൊണ്ട് പരിശോധിച്ചാൽ മാത്രമേ ഈ ഫാസിസത്തിൻ്റെ അർത്ഥം മനസ്സിലാവുള്ളൂ. ഗോപാലകൃഷ്ണന് ഫാസിസത്തിൻ്റെ അർത്ഥം മനസ്സിലായിട്ടില്ല. ഫാസിസം എന്ന് പറയുന്നത് ഗോപാലകൃഷ്ണ ഭരണകൂട സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആയുധങ്ങളെ, എല്ലാ തരത്തിലുള്ള കടന്നാക്രമ ഉപാധികളെ പൂർണ്ണമായിട്ട് ഉപയോഗപ്പെടുത്തിയിട്ട് മറ്റ് ജനാധിപത്യ ശക്തികളെയും മറ്റ് ജനവിശ്വാസികളെയും പൂർണ്ണമായിട്ട് നേരിടുന്ന ഭരണകൂട അക്രമത്തിൻ്റെ രൂപത്തെയാണ് ഫാസിസം എന്ന് പറയുന്നത്. അല്ലാതെ കേവലം ഏതെങ്കിലും കാണുന്നതെല്ലാം ഫാസിസമാണെന്ന് പറഞ്ഞ് ഞങ്ങളിപ്പോൾ പറയുന്നില്ല ഫാസിസമാണെന്ന്. ഗോപാലകൃഷ്ണൻ മനസ്സിലായിക്കോ? ഇപ്പോൾ ഞങ്ങളുടെ പാർട്ടി ഓഫീസിൻ്റെ മേലെ കടന്നാക്രമണം നടത്തിയിട്ട് ഈ പശ്ചാത്തലത്തിലും ഇപ്പോഴും അവിടെ ഉണ്ടായത് ഫാസിസമാണ് എന്ന് ഞങ്ങൾ പറയുന്നില്ല. ഞങ്ങൾ ഫാസിസ്റ്റ് പ്രവണതയുണ്ട് എന്നാണ് പറഞ്ഞത്. അതിന് RSSൻ്റെ ന്യൂക്ലിയസായി പ്രവർത്തിക്കുന്ന RSSൻ്റെ അതിൻ്റെ സംഘടനാപരവും ദാർശനികവുമായ ഉള്ളടക്കം പൂർണ്ണമായിട്ട് ഫാസിസത്തിൻ്റെ രൂപമാണ്. അത് വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന സന്ദർഭത്തിൽ ഫാസിസ്റ്റ് പ്രവണതയുണ്ട് എന്നതിൻ്റെ അപ്പുറത്ത് ഫാസിസമാണെന്ന് ഞാൻ ഇപ്പോഴും പറഞ്ഞിട്ടില്ല. PV തോമസ്, ഇവിടെ ഈ ഒരു ഭയപ്പാട് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? താങ്കൾ നേരത്തെ പറഞ്ഞ എന്തായാലും വരാൻ പോകുന്ന സാഹചര്യങ്ങൾ സംബന്ധിച്ച്, പക്ഷേ ഇവിടെ ഒരു കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിലുള്ള സഹകരണമടക്കം ഒരു പക്ഷേ സംസ്ഥാനത്തിന് മുന്നോട്ടുള്ള പോക്കിൽ ഇനിയുള്ള ഭാവിയിൽ ഈ രീതിയിലാണ് തുടക്കമെങ്കിൽ താങ്കൾക്ക് വരും ദിവസങ്ങളിലുള്ള ഐക്യം, കഴിഞ്ഞ ദിവസമൊക്കെ ചർച്ചയിൽ പോലും ഐക്യം സംബന്ധിച്ച് ഫെഡറൽ സംവിധാനത്തിൽ കേരളവും കേന്ദ്രവും എങ്ങോട്ടെന്നുള്ള ചോദ്യമടക്കം ഉയർന്നതാണ്. ഇന്ന് രാവിലെ ഉണ്ടായ സംഭവം പോലും അതിൻ്റെ ഭാവിയടക്കം ഒരു ആശങ്കപ്പെടുത്തുന്നുണ്ടോ താങ്കളെ? അത്ര സുഗമമായിരിക്കില്ല പ്രജീഷ് മുമ്പോട്ടുള്ള യാത്ര.
കാരണം സംഘടനവും സംഘർഷവും ഉണ്ടാകും തീർച്ചയായിട്ടും സെൻട്രൽ സ്റ്റേറ്റ് റിലേഷനിൽ. ഒരു കോപ്പറേറ്റീവ് ഫെഡറലിസം ഞാൻ അത്ര കാര്യമായിട്ട് കാണുന്നില്ല. പക്ഷേ ഇവിടെ നരേന്ദ്രമോദി ഒരു സ്റ്റേറ്റ്സ്മാനായിട്ട് ഉയരണം. അതുപോലെ തന്നെ നിയുക്ത മുഖ്യമന്ത്രി പിണറായി വിജയനും ആ രാഷ്ട്രീയ പാർട്ടികൾക്കപ്പുറമായിട്ട് ഉയർന്നുകൊണ്ട് അദ്ദേഹം ചിന്തിച്ചിട്ട് കണ്ണൂരുള്ള ഈ സംഘർഷാവസ്ഥ, വടക്കൻ മലബാറിലൊക്കെയുള്ള സംഘർഷാവസ്ഥ അദ്ദേഹത്തിന് മാറ്റാൻ സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഒരു വലിയ വിജയമായിരിക്കും അത്. അദ്ദേഹം രാജഗോപാൽ അങ്ങനെ ആൾക്കാരുണ്ട്, ഇവരെല്ലാം കൂട്ടുനിർത്തിക്കൊണ്ട് കാരണം ഇതുപോലൊരു സൈക്കിൾ ഓഫ് വയലൻസിലൂടെ നമുക്ക് കേരളത്തിലെ ഭരണം, പ്രത്യേകിച്ചും വടക്കൻ കേരളത്തിലൊന്നും മുമ്പോട്ട് പോകാൻ പറ്റിയില്ല. അതിന് സാധിക്കുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. അത് സാധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുന്നുള്ള ആക്രമണമൊന്നും നടക്കുകയില്ല. അതിനൊക്കെ പ്രതിരോധിക്കാനുള്ള വഴികളുണ്ട്. അത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഉത്തരാഖണ്ഡോ അല്ലെങ്കിൽ അരുണാചൽ പ്രദേശൊന്നും അല്ല കേരളം എന്ന് പറയുന്നത്. അത് അവിടെ സാധിച്ചിട്ട് അല്ലെങ്കിൽ ഓർഡിനറി പ്രശ്നമാണ് എന്നൊക്കെ പറഞ്ഞ് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരിക്കും. അതൊന്നും ആ ഒരു രീതിയിലൊന്ന് തടയിടാൻ പറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് സാധിക്കും. പിണറായി വിജയന് സാധിക്കും. അദ്ദേഹം നല്ല സ്റ്റേറ്റ്സ്മാനാണ്, അദ്ദേഹം നല്ല ഭരണാധികാരിയാണ്, അദ്ദേഹം മന്ത്രിയായിരുന്നപ്പോൾ തെളിയിച്ചിട്ടുള്ളതാണ്. അങ്ങനെ തെളിയിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ തീർച്ചയായിട്ടും അവിടെയാണ്. കാരണം ഇവിടെ കോൺഗ്രസ് ഒരു ശബ്ദം പോലും ഒരു പക്ഷേ ഈ ആക്രമണത്തിൽ സ്വാഭാവികമായിട്ട് അവർക്ക് എങ്കിലും സാമാന്യമായ ചില കീഴ്വഴക്കങ്ങളോ മര്യാദകളോ ഒക്കെ ഉണ്ട്. ഇവിടെ ഈ ഒരു സ്പേസ് അവിടെയാണ് BJP വളരെ ബോധമായ RSSും നോക്കിക്കാണുന്നത്. അതിലെ ഒരു രാഷ്ട്രീയം ഒളിഞ്ഞിരിപ്പുണ്ട്. ഈ സൈലൻസിനാണ് എല്ലാ കാലത്തും കോൺഗ്രസ് വില കൊടുത്തിട്ടുള്ളത്. പല സമയങ്ങളിൽ ഇങ്ങനെ ഹിന്ദുത്വവാദികൾ മറ്റു രാഷ്ട്രീയ പാർട്ടികളെ ആക്രമിക്കാൻ കോൺഗ്രസ് കൈയും കെട്ടി നോക്കുകയും ഉത്തരേന്ത്യയിലൊക്കെ പല സമയങ്ങളിൽ കലാപം നടന്ന സമയത്ത് അവരുമായിട്ട് ഒത്തുതീർപ്പ് നടത്തുകയും ചെയ്ത സാഹചര്യമുണ്ട്. ഈ ഒരു സാഹചര്യം തന്നെയാണ് കോൺഗ്രസ് അവിടെ ഇല്ലാതാക്കിയത്. അത് തന്നെയാണ് ഇവിടെയും. ഞാൻ വേറൊരു കാര്യം പറയാം. മോഹൻജി ഭഗവത് മുമ്പ് കേരളത്തിൽ വന്ന സമയത്ത് സംഘചാലക് അദ്ദേഹം കണ്ണൂരിലെ ഈ സംഘർഷങ്ങളൊക്കെ കുറയ്ക്കണമെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ മാതൃഭൂമിയിലൊക്കെ ചർച്ചയിലൊക്കെ കണ്ടത്. ഞാൻ പറഞ്ഞു, ഞാൻ പി ജയരാജേട്ടനെ കണ്ടത്. ഞാൻ പറഞ്ഞത് നല്ല നിർദ്ദേശമാണ്, അത് ചെയ്യണം. പക്ഷേ 2 ദിവസം കഴിഞ്ഞ് കണ്ണൂരിൽ നിന്ന് എനിക്ക് കിട്ടിയ തലശ്ശേരി 2 CPM പുറത്തുകാരുടെ കാല് വെട്ടി RSSുകാർ. അപ്പോൾ ഇത് സംഭവം എന്ന് വെച്ചാൽ ഇങ്ങനെയൊക്കെ പുറത്ത് പറയാൻ വേറെ ഒരു അജണ്ടയാണ് ഇവർ നടപ്പിലാക്കിയത്. 2 വട്ടിയൂർക്കാവിൻ്റെ കാര്യം പറഞ്ഞു. ലോക്സഭാ ഇലക്ഷൻ്റെ സമയത്തും വട്ടിയൂർക്കാവിൽ CPM 3ാം സ്ഥാനത്താണ്. അതിലെന്താ പ്രത്യേകത? അങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ അതിന് ഉത്തരം പറയാൻ പറ്റാത്തതുകൊണ്ട് മറ്റു കാര്യങ്ങളിലേക്ക് പോകുന്നത് സ്വയം ന്യായീകരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. അങ്ങനെ സ്വയം ന്യായീകരിക്കാൻ പറ്റുന്ന മാനസികാവസ്ഥയിലേക്ക് ഇവർ വളരണമെങ്കിൽ കുറച്ചെങ്കിലും ആത്മാർത്ഥത ഉണ്ടാവണം. ശ്രീ ഗോവിന്ദ മാഷിലേക്കും. ശ്രീ ഗോപാലകൃഷ്ണൻ, അവിടെ മറുപടിയിൽ പോലും നിങ്ങൾ അസഹിഷ്ണുത പ്രകടിപ്പിക്കുകയാണെന്നാണ് ഒരു പക്ഷേ ഫക്രുദ്ദീൻ്റെ മറുപടി കേട്ടതിൽ എനിക്കും തോന്നുന്നു. ഫക്രുദ്ദീനെ പറ്റിയ പണി വാസ്തവത്തിൽ AKG സെൻറ്ററിൽ എൻ്റെ സുഹൃത്താണ്. പക്ഷേ അദ്ദേഹത്തിന് പിണറായി വിജയന് നല്ല ലേഖനങ്ങൾ എഴുതി കൊടുക്കാനും ഇതേപോലത്തെ വാദങ്ങൾ എഴുതി കൊടുക്കാനും അദ്ദേഹത്തിൻ്റെ PS ആവുന്നതാണ് നല്ലത്. ചിന്താഗതിയിലുള്ള അടിസ്ഥാനത്തിലല്ല. ഫക്രുദ്ദീൻ മറന്നുപോയോ? കൃഷ്ണയ്യർ ഒരു സമാധാന ചർച്ചയുണ്ടാക്കി. ആ കൃഷ്ണയ്യരുടെ സമാധാന ചർച്ചയുടെ മഷി ഉണങ്ങുന്നതിന് മുമ്പ് ഒരു മനുഷ്യനെ കണ്ണൂരിൽ വെട്ടിക്കൊന്നത് ഫക്രുദ്ദീൻ മറന്നുപോയിട്ടുണ്ടാവാം. പക്ഷെ ഞങ്ങൾക്ക് മറക്കാൻ പറ്റില്ല. ഒരു കാര്യം ഞാൻ കൃത്യമായി പറയാം. VS അച്യുതാനന്ദനോട് കാണിച്ച ജനാധിപത്യ വിരുദ്ധ സ്വഭാവം കേരളത്തിലെ ജനങ്ങളോട് കാണിക്കുകയും RSS, ഞാൻ പറഞ്ഞോട്ടെ, RSS BJP പ്രവർത്തകരെ തല്ലിക്കൊന്നിട്ട് കേരളത്തിലെ ഭരണം നടത്താമെന്ന് CPM വിചാരിച്ചാൽ അതിന് ഏത് അർത്ഥതലങ്ങളിലും അതായത് കേന്ദ്ര ശക്തിയും സംസ്ഥാനങ്ങളിലെ ശക്തി ഉപയോഗിക്കും. ഇത് വളരെ കൃത്യമാണ്. കേന്ദ്ര ശക്തിയും ഉപയോഗിക്കും, വേണ്ടി വന്നാൽ 14 സംസ്ഥാനങ്ങളുടെ ശക്തി. ജനാധിപത്യ രീതിയിൽ എന്തൊക്കെ ചെയ്യാവോ അതെല്ലാം ഞങ്ങൾ അതൊരു വെല്ലുവിളിയോ ദുസൂചനയാണെങ്കിൽ വരാൻ പോകുന്ന നാളുകൾ ഓർത്ത് ഒരു BJP-കാരെ ജനാധിപത്യ രീതിയിൽ എന്തൊക്കെ ചെയ്യണോ അതെല്ലാം ഞങ്ങൾ ചെയ്യും. ജനാധിപത്യത്തെ തകർത്തുകൊണ്ട് കശാപ്പ് ചെയ്തുകൊണ്ട് നിങ്ങൾ ഭരിക്കാമെന്ന് വിചാരിച്ചാൽ ജനങ്ങളെ മുമ്പിൽ വെച്ചുകൊണ്ട് ഞങ്ങൾ താങ്കളുടെ ജില്ലയിൽ എങ്കണ്ടിയൂരിൽ ഒരു CPM പ്രവർത്തകൻ വെട്ടേറ്റ് ആശുപത്രിയിൽ കിടക്കുകയാണ്. ആ സാഹചര്യം കൂടി താങ്കൾ മനസ്സിൽ വെച്ചുകൊണ്ട് സംസാരിക്കണം ദയവായി. ശ്രീ ഗോവിന്ദ മാഷ്, കേരളത്തിലെ MLA ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു കാര്യം ഞാൻ കാഞ്ഞങ്ങാട്ടെ നമ്മുടെ ജയിച്ച ചന്ദ്രശേഖരനെ പോലും ആക്രമിച്ചു. കാഞ്ഞങ്ങാടിനടുത്ത് താങ്കളിലേക്ക് ഗോവിന്ദ മാഷിന്റെ മറുപടി കേൾക്കാം താങ്കൾക്ക്. അത് കേൾക്കുന്ന എല്ലിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് കൊലപാതകങ്ങളും അതുപോലെ തന്നെ അക്രമങ്ങളും ഞാൻ പറഞ്ഞല്ലോ. 8 ജില്ലയിൽ ഉണ്ടായിട്ടുള്ള സംഭവങ്ങളെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞു. ഓരോന്നോരോന്നായി വിശദീകരിക്കാൻ സമയമില്ല എന്നുള്ള വിശദീകരിക്കാം. എന്നാൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു കാഞ്ഞങ്ങാട് MLAക്ക് നേരെ കടന്നാക്രമണം നടത്തി അദ്ദേഹത്തെ അടിച്ച് എല്ല് പൊട്ടിച്ച് ആസ്പത്രിയിലാക്കി. ഒപ്പം ഉണ്ടായിരുന്ന AK നാരായണൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ തന്നെ പാർട്ടിയുടെ ഏറ്റവും തലമുതിർന്ന കേരളത്തിലെ നേതാക്കന്മാരുടെ ഒരാളാണ്. ആ AK നാരായണൻ ആക്രമിച്ചു. ഒപ്പം ഉണ്ടായിരുന്ന രവിയെ ആക്രമിച്ചു. അതേപോലെ തന്നെ കണ്ണൂർ ജില്ലയിലെ ഞങ്ങളുടെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി മോഹനൻ്റെ വീട്
ബോംബെറിഞ്ഞ് തകർത്തു. ഇതുപോലെ നിരവധി ശ്രീ ഗോവിന്ദ മാഷ്, ഈ ഒരു വെല്ലുവിളി കാരണം 14 സംസ്ഥാനങ്ങളിലെ കേന്ദ്രം അടക്കം മറുപടി നൽകുന്ന ഒരു വെല്ലുവിളി, അതിന് മറുപടി വളരെ ചുരുക്കി. അതെ, ഈ ഗോപാലകൃഷ്ണൻ ഇപ്പോൾ ഉയർത്തിയിട്ടുള്ള ഈ അസഹിഷ്ണുതയും അതിനടിസ്ഥാനപ്പെടുത്തിയിട്ട് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിട്ടുള്ള ഈ വെല്ലുവിളിയൊന്നും ഞാൻ മുഖവിലക്കെടുക്കുന്നില്ല. ഈ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ ശക്തികൾക്ക് ശരിയായ രീതിയിലുള്ള നിലപാട് സ്വീകരിച്ച് മുമ്പോട്ടേക്ക് പോയ പാരമ്പര്യമുണ്ട്. ഇനിയിപ്പോൾ ഈ 356 വകുപ്പ് കാണിച്ചിട്ടാണ് ഭയപ്പെടുന്നതെങ്കിൽ അതിൻ്റെ ഒന്നും ഭയം കൊണ്ട് നടക്കുന്ന ഒരു പാർട്ടിയല്ല CPIM-ഉം. ചുരുക്കി 20 സെക്കൻഡിൽ മറുപടി. കേരളമാണ് 356 ഒന്നും പ്രയോഗിച്ചാലോ ദില്ലിയിൽ അടിച്ചു തകർത്താലോ കുലുങ്ങുന്ന പാർട്ടിയല്ല CPM എന്നാണ് ഗോവിന്ദൻ മാഷ് പറയുന്നത്. വളരെ ചുരുക്കി മറുപടി. കേരളത്തിലെ ജനങ്ങൾ 40% മാത്രമേ CPM-നെ പിന്തുണച്ചിട്ടുള്ളൂ. 40% 60% ജനങ്ങൾ CPM-നെതിരാണ്, അല്ലെങ്കിൽ ഇടതുപക്ഷത്തിനെതിരാണ്. ആ 60% ജനങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ട് നിങ്ങൾ പറഞ്ഞാലോ? പറഞ്ഞോളൂ ഗോപാലകൃഷ്ണൻ, പറഞ്ഞോളൂ. 10 സെക്കൻഡ് നിങ്ങൾ ഞാൻ പറയുന്നതിനിടയിൽ സംസാരിക്കില്ല. ഞാൻ ഇത്ര നേരം മിണ്ടിയില്ലല്ലോ. പറഞ്ഞോളൂ. ആ 10 സെക്കൻഡിനുള്ളിൽ പറയാം. ഈ 60% ജനങ്ങളെ മുന്നിൽ വെക്കും. നിങ്ങൾ പറഞ്ഞല്ലോ ന്യൂനപക്ഷം 15, കണ്ണൂരിൽ 15 ന്യൂനപക്ഷങ്ങളെ മുസ്ലിങ്ങളെ വെട്ടിക്കൊന്നതോ CPM. അതുകൊണ്ട് ന്യൂനപക്ഷങ്ങളെ അടക്കം ദളിത് വിഭാഗത്തിലുള്ള ആളുകളെ അടക്കം കേരളത്തിലെ 60% ജനങ്ങളെ വെച്ചുകൊണ്ട് മനസമാധാനത്തോടെ ഈ CPM അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഒന്നുകിൽ ഒരു പറഞ്ഞു നേടുക എന്നുള്ളതാണ് ഈ BJP RSS സംഘത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട രൂപം. ഏത് രീതിയിലും കലാപം തുടങ്ങാൻ വേണ്ടിയിട്ട് ആരംഭിക്കുന്ന സന്ദർഭത്തിൽ അല്ലെങ്കിൽ കലാപം ആരംഭിക്കുന്നതിന് വേണ്ടി കളവ് പറയുക ചെയ്യുക, അങ്ങനെ കളവ് പ്രചരിപ്പിക്കുക ചെയ്യുക, അതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നിലയാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുക. ഗോപാലകൃഷ്ണൻ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മാസ്റ്ററാണ്. എന്തായാലും സമാധാനം ഉണ്ടാകട്ടെ എന്ന് ഈ ചർച്ചകളിൽ പോലും ഒരുപക്ഷെ ദുസൂചന ഗോപാലകൃഷ്ണൻ നൽകുമ്പോഴും സമാധാനം ഉണ്ടാകട്ടെ എന്ന് നമുക്കും ആശംസിക്കാം. ദില്ലിയിലെ CPM-ന്റെ AKG സെൻട്രൽ പാർട്ടി ആസ്ഥാനം ആക്രമിച്ചുമായി ബന്ധപ്പെട്ടും തുടർന്ന് കണ്ണൂരിലടക്കമുണ്ടായിട്ടുള്ള സംഘർഷങ്ങളെയും മുൻനിർത്തിയുള്ള ചർച്ചയാണ് നടന്നത്. ചർച്ചയിൽ പങ്കെടുത്ത ഗോവിന്ദ മാഷ്, ഒപ്പം ഫക്രുദ്ദീൻ അലി, മുതിർന്ന മാധ്യമപ്രവർത്തകൻ PV തോമസ്, BJP നേതാവ് ഗോപാലകൃഷ്ണൻ നന്ദി അറിയിക്കുന്നു. തൃശൂർ ചേറ്റുവയിൽ CPM പ്രവർത്തകനെ വെട്ടേറ്റു. എങ്ങണ്ടിയൂർ സ്വദേശി നാസറിനെയാണ് BJP പ്രവർത്തകർ ആക്രമിച്ചത്.